കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന പുരോഗമിക്കുമ്പോൾ 1.19 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡിസംബർ 4-നകം സംസ്ഥാനത്തെ മൊത്തം റിപ്പോർട്ടും ലഭ്യമാകും. തുടർന്ന് ഈ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കും. ഈ വോട്ടർമാരുടെ താമസ സ്ഥലം കണ്ടെത്താനായില്ലെന്നും ചിലർ മരണപ്പെട്ടെന്നും ഇരട്ട വോട്ട് ഉണ്ടെന്നുമൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം. സംസ്ഥാനത്ത് BLOമാരുൾപ്പെടെ 1.5 ലക്ഷത്തോളം ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഫോം വിതരണം പോലും ഫലപ്രദമായി നടത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. 80% ഫോം വിതരണം ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇത് കേവലമായ ഒരു കണക്ക് മാത്രമാണ്. മരണപ്പെട്ടവർ 66,740, കണ്ടെത്താൻ കഴിയാത്തവർ സ്ഥലത്തില്ലാത്തവർ 8,087, സ്ഥിരമായി താമസം മാറിയവർ 37,835, ഫോം പൂരിപ്പിച്ച് നൽകി എന്നറിയിച്ചവർ 6,032, മറ്റുള്ളവർ 621 എന്നിങ്ങനെയാണ് BLOമാർ കണക്ക് നൽകിയത്. ഇനി ഈ റിപ്പോർട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആശങ്കയാണ് ഉന്നയിക്കുന്നത്. മരണപ്പെട്ടവരെ മാറ്റി നിർത്തിയാൽ വോട്ടവകാശത്തിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം. ഇനി സ്ഥിരമായി താമസം മാറിയവർ എന്നത് എങ്ങനെയാണ് നിർവചിക്കുന്നതെന്നതിലും ആശങ്കയുണ്ട്. അവർ മറ്റ് ബൂത്തുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഫോം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ആക്ഷേപം ഒഴിവാക്കണമെങ്കിൽ ബൂത്ത് തലത്തിൽ BLO BLA യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറുടെ വാദം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR പ്രക്രിയ ഉടനടിയെ നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണ്. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്കു പകരം 2002-2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തയ്യാറാക്കുന്നത്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത്. BLOമാർക്ക് പരിശീലനത്തിന്റെ അഭാവമുള്ളതിനാൽ ഫോം പൂരിപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കാനാകുന്നില്ല. പലരും ഫോം നൽകുന്നില്ല. അതായത് ജനങ്ങളുടെ സംശയത്തിന് മറുപടി നൽകാനും ആകുന്നില്ല എന്ന് സാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഇതിൽ സഹായിക്കാനും കഴിയുന്നില്ല. അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നിർത്തിവെക്കുന്നതാണ് ഉചിതം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും പ്രതിനിധികൾ പറയുന്നു. ഇനി BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദം ചെലുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ SIR നിർബന്ധപൂർവ്വം നടപ്പാക്കുകയാണ്. അതിനോട് ഒരു തരത്തിലും പാർട്ടികൾക്ക് വഴങ്ങാനാകില്ല. നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരേ ജീവനക്കാർ 2 ജോലിയും ചെയ്യുമ്പോൾ നീതിപൂർവമാകില്ലെന്നും പരാതിയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെയും മുഖം തിരിക്കുകയാണ്.